നമുക്ക് പല വ്യക്തിത്വങ്ങളോടും ബഹുമാനം തോന്നാറുണ്ട്. അവരുടെ ചില സ്റ്റാൻഡ്സ് കാണുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നാറ്. അത്തരത്തിൽ വ്യക്തിപരമായി ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് എം സ്വരാജ്. ഇത് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. പല ഘട്ടങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ, അഗാധമായ പരന്ന പുസ്തക വായന, അദ്ദേഹത്തിൻ്റെ അറിവുകൾ, ഡിബേറ്റിനൊക്കെ അദ്ദേഹം വന്നിരിക്കുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് അത് ഞങ്ങൾക്ക് നേരെയുള്ള വിമർശനങ്ങളാണെങ്കിൽ പോലും ആസ്വദിക്കാറുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പി ഗോവിന്ദപിള്ളയ്ക്ക് ശേഷം ഇത്രയധികം പുസ്തകം വായിക്കുന്ന, ഇത്രയധികം വിഷയങ്ങളെ നിഗൂഹനം നടത്തുന്ന മറ്റൊരു നേതാവ് CPM നേതാവാണ്, UDF നേതാവാണ്. ഞാനൊന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കും. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, എനിക്ക് സ്വരാജിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. എനിക്ക് സ്വരാജിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല അഭിപ്രായം. പലസ്തീൻ വിഷയത്തിൽ സ്വരാജ് എന്താ ചെയ്തത്? സ്വരാജ് ഉഗ്രം നിലപാടെടുത്തു പോയി. െറിയുള്ളൊരു നേതാവുണ്ട്, കനിവുള്ളൊരു കരളതുമുണ്ട്, അഴലകലൻ കരളു കൊടുത്തേ വെയിലിൻ കൊള്ളി. മലനാടതു മിന്നി മിനുങ്ങി മലയാളം പെരുമലയാളം, പല കൂട്ടം പെരുമക്കൂട്ടം പുതുമക്കൂട്ടം.